അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ലാപ്പ് ഇതൊക്കെ യൂസ് ചെയ്തിരുന്ന ആളാണ് സംഗതി. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായി. അപ്പോൾ ബ്രാൻഡ് ബിൽഡറെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരാൾ ഫോട്ടോഷോപ്പ് പോലും ഉപയോഗിക്കാൻ അറിയാത്ത, ഇവിടെ വന്ന ടൈമിൽ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരാൾ ഞങ്ങളെല്ലാവരും മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ 2 സാറുമാരെ കഴിവാണ്. പിന്നെ അവൻ്റെ ഡെഡിക്കേഷനും അത്രയും സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആളാണ്. അപ്പോൾ ആർക്കും ഒരു പ്രചോദനമാണ് അവൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ സാറുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നിയാസ് സാറ് നമുക്ക് ക്ലാസ് എടുക്കാൻ അധികം ഉണ്ടായിരുന്നത്. പിന്നെ ആസിഫ് സാറ് ഡൗട്ടുകൾ പറഞ്ഞ ടൈമിലും. അപ്പോൾ നിയാസ് സാറ് ടീച്ചിങ് സ്കില്ല് എന്ന് പറയുന്ന ഒരു കഴിവ് നിയാസ് സാർക്ക് നല്ലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ആസിഫ് സാറെ അടുത്തുള്ള സ്കില്ല് അത് നമ്മളെ സംശയം, നമ്മളെ വർക്ക് ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സംശയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സംശയങ്ങൾ സാറോട് ചോദിക്കുമ്പോൾ സാറങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പം ഇങ്ങനെ വരും സ്കില്ലുകൾ. കാരണം നമ്മളെ സംശയങ്ങൾ ഏറ്റവും ഷോർട്ടായിട്ട് സിമ്പിളായിട്ട്, അതായത് നമ്മൾ കുറുക്ക് വഴി എന്നൊക്കെ പറയില്ല, ആ കുറുക്ക് വഴി നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ആസിഫ് സാറെ നല്ല യൂട്ടിലൈസ് ചെയ്യണം.